പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവം തിരുവചനത്തിനായി നമ്മളെ വിളിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് ജെറമിയയുടെ പുസ്തകത്തിലെ 20-ാം അധ്യായത്തിലെ 14 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കാം. ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നെന്ന് വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാവട്ടെ. കർത്താവ് ഹൃദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ. അവൻ രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവനെ കേൾക്കാൻ ഇടവരട്ടെ. എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുമ്പ് കൊന്നില്ല? എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും ശവകുടീരമായിരുന്നു. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനാണോ? എൻ്റെ ദിനങ്ങൾ അവമാനത്തിൽ കുഴിച്ചു മൂടുന്നതിനാണോ? ജെറമിയയുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേട്ട്. സഹനത്തില് മനസ്സ് മടുത്ത കഴിയുമ്പോഴും സഹനത്തിൻ്റെ പൊരുള് അറിയാതിരിക്കുമ്പോഴും മനുഷ്യൻ ചോദിച്ചു പോകാറുള്ള ഒരു ചോദ്യമാണ് ജെറമിയ പുസ്തകത്തിലൂടെ നമ്മൾ വായിച്ചു കേട്ടത്. ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനാണോ? എൻ്റെ ദിനങ്ങൾ അപമാനത്താൽ കുഴിച്ചു മൂടുന്നതിനാണോ? ഇങ്ങനെ സ്വന്തം കഷ്ടപ്പാടുകളെ പ്രതി പരാതി പറയുന്നതിനിടയിലും ജെറമിയ യഥാർത്ഥ ബോധ്യത്തോടെ പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങയോട് പരാതി പറയുമ്പോൾ അവിടുന്ന് തന്നെയായിരിക്കും നീതിമാൻ. എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. 12-ാം അധ്യായത്തിലെ 1-ാം തിരുവചനത്തിൽ ജെറമിയ വീണ്ടും പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നിഷ്കളങ്കർ സഹിക്കുവാനിടയാകുന്നത്? നമ്മുടെ ഭൂമി മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നിഷ്കളങ്കർ സഹിക്കുവാനിടയാകുന്നത്? പലയിടത്തും ഈ അടയാളത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഇങ്ങനൊരു ദൈവമുണ്ടോ? എന്തിനാണ് ഒരു ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിഷ്കളങ്കർ സഹിക്കാനിടയാകുന്നത്? ദൈവം ഇത്തരം ഒരു അനീതി അനുവദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ കർത്താവ് എനിക്ക് തന്ന ഒരു ഉൾക്കാഴ്ച ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ മനസ്സിലേക്കും കടന്നു വന്ന ചിന്തയാണ്. ഒരുപാട് അനുഭവങ്ങൾ പലരും നിന്നും പല വേദനകൾ സ്വീകരിച്ചപ്പോൾ ഞാനും ചിന്തിച്ചതാണ്, എന്തിനാണ് കർത്താവേ എന്നെ ഈ ലോകത്തിലേക്ക് നീ കൊണ്ടുവന്നത്? ഒരുപാട് വേദനകൾ എനിക്ക് തരുന്നുണ്ടല്ലോ, എന്തിനാണത്? പല ദിവസങ്ങളും ഉറങ്ങാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ചിന്തകളിൽ ഭയങ്കരമായിട്ട് എന്നെ പീഡിപ്പിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത അവസ്ഥയിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് എനിക്കൊരു ചിന്ത തന്നു. ആ ചിന്തയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. വലിയ ഓപ്പറേഷനുകൾക്ക് മുമ്പായി രോഗിക്ക് അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അങ്ങനെ രോഗിയുടെ ബോധം മറിഞ്ഞതിന് ശേഷമാണ് ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ഓപ്പറേഷൻ ചിലപ്പോൾ കയ്യിലോ കാലിലോ ആയിരിക്കാം, മറ്റു ചിലപ്പോൾ ഉദരഭാഗത്തായിരിക്കാം. പക്ഷേ അനസ്തേഷ്യ കൊടുത്ത് മയക്കുന്നത് ശരീരത്തെ മുഴുവനുമാണ്. എന്തുകൊണ്ടാണിത്? കയ്യോ കാലോ വയറോ അതിൽ തന്നെ സ്വതന്ത്രമായ അസ്തിത്വമുള്ളവയല്ല. അത് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി അഭേദ്യമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ മറ്റൊരു അവയവമാണ് കീറി മുറിക്കുന്നതെങ്കിലും അതിൻ്റെ വേദന ശരീരത്തിന് മുഴുവൻ അനുഭവപ്പെടും. ഈ കാരണത്താലാണ് ശരീരത്തെ മുഴുവൻ അനസ്തേഷ്യ കൊടുത്ത് മയക്കുന്നത്. അത് ഒരു ചിന്തനയ്ക്ക് കടന്നു വന്നു. വീണ്ടും 1 മാസം കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ മാസത്തിൽ എൻ്റെ ലൈറ്റൊക്കെ പോയി, എനിക്ക് കത്തുന്നില്ല. പല ബൾബുകൾ ഇട്ട് നോക്കുമ്പോൾ കത്തുന്നില്ല. ഞാനൊരു ഇലക്ട്രീഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു. അങ്ങനെ ഇലക്ട്രീഷ്യൻ വിളിച്ചു. അദ്ദേഹം വന്ന് സ്വിച്ച് ബോർഡ് അഴിക്കുന്നതിന് മുമ്പ് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അതോടെ മറ്റു മുറികളിൽ വൈദ്യുതി പ്രവാഹം കംപ്ലീറ്റ് നിലച്ചു. ഫ്രിഡ്ജ്, TV എന്നിവയെല്ലാം ഓഫായി. എന്നാൽ യാതൊരു കുഴപ്പമില്ലാതെ മറ്റു മുറികളിലേക്കുള്ള വൈദ്യുതി ബന്ധം
വിച്ഛേദിച്ചത് എന്തിനാണെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചില്ല. കാരണം ഞാൻ താമസിക്കുന്ന കെട്ടിടത്തിൽ എല്ലാ മുറികളെയും വയറിങ് പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു. അതിനാൽ സ്വിച്ച് ബോർഡിൽ തകരാറുകൾ നീക്കുന്നത് വരെയും അവിടേക്കുള്ള വൈദ്യുതി പ്രവാഹം തടയുന്നതിനായി മെയിൻ സ്വിച്ച് ഓഫ് ആക്കേണ്ടി വരുന്നു. തന്മൂലം തകരാറുകളില്ലാത്ത മുറികളിലും വൈദ്യുതി ഇല്ലാതായ അവസ്ഥ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളുടെ പിന്നിലുള്ള തത്വം. നാം ആരും പൂർണ്ണമായും സ്വതന്ത്രരല്ല. മറ്റു വ്യക്തികളുമായും സമൂഹമായും നമ്മൾ ആന്തരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഭ കർത്താവിൻ്റെ ഭൗതിക ശരീരമാണെന്നും നാം ഓരോരുത്തരും ആ ശരീരത്തിലെ നിയുക്ത ഭാഗങ്ങളിൽ അവയവങ്ങളുമാണെന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ വചനങ്ങൾ എത്ര സരളമായുമാണ് നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുന്നത്. ഇക്കാരണം മൂലമാണ് ഒരു അവയവവുമായി ബന്ധപ്പെട്ട വേദന മറ്റെല്ലാ അവയവങ്ങളും സഹിക്കേണ്ടി വരുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ വിശദീകരണത്തിന് വേണ്ടിയുള്ള സഹനം ചിലപ്പോൾ ഒരു കുടുംബത്തിന് മുഴുവനും കിട്ടിയെന്ന് വരാം. ഒരൊറ്റ വ്യക്തിയെ പ്രതി സമൂഹം മുഴുവൻ സഹനത്തിലൂടെ കടന്നുപോയി എന്നും വരാം. അപ്പോഴൊക്കെ നാം ദൈവത്തോട് പിറുപിറുക്കരുത്. കാരണം വയറ് കീറാനായി ശരീരം മുഴുവൻ മയക്കിയ ഡോക്ടറോടും സ്വിച്ച് ബോർഡിലെ തകരാറ് മുഴുവൻ മാറ്റാൻ വീട്ടിലേക്കുള്ള മുഴുവൻ വൈദ്യുതി വിച്ഛേദിച്ച ഇലക്ട്രീഷ്യനോടും ഞാൻ പിറുപിറുത്തിട്ടില്ല. അതിനാൽ ജെറമിയോട് ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, ഞാൻ അങ്ങയോട് പരാതി പറയുമ്പോഴും അങ്ങ് തന്നെയാണ് നീതിമാൻ. പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാതെയാണ് നമ്മൾ ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം നമ്മളെ നന്മയിലേക്ക്, ആത്യന്തികമായി നന്മയിലേക്ക്, അല്ലെങ്കിൽ ആ ഉച്ചനീചത്വങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ആത്യന്തികമായിട്ട് നമ്മൾ ഉയർത്തുന്ന പ്രക്രിയയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, ആ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം എന്ന സത്യത്തെ മുന്നിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കാഴ്ചയിലൂടെ നമുക്ക് അതിനെ മുഴുവനായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കാം. അതിനുവേണ്ടി നമ്മൾ വിട്ടുകൊടുക്കാം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ സഹനങ്ങളിലും അർത്ഥമുണ്ടെന്നും ചോദ്യം ചെയ്യാതെ സഹിക്കാൻ പഠിച്ചാൽ അതിലൂടെ ഞങ്ങൾ മാത്രമല്ല സഭയും ലോകവും അനുഗ്രഹിക്കപ്പെടുമെന്നും ഞങ്ങളെ ബോധ്യപ്പെടുത്തി തരണമേ. സഹനത്തിൻ്റെ അനിവാര്യതയും അത് നൽകുന്ന അന്തസ്സും പ്രശ്നങ്ങളും നേരിടാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.